കൂട്ടുകാരെ, അപ്പം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഒരു ചെറിയ ഉച്ച നേരത്തെ വിശേഷമൊക്കെ ആയിട്ടോ, ഉച്ചയൂണും ചെറിയ ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിനുള്ള അരിയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനും മക്കളും പിന്നെ അനിയനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള അരി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ നമ്മൾ വലിയ കാലമൊന്നും വെച്ചില്ല, ഒരു കുഞ്ഞി ചെരുവ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് വെക്കട്ടോ. റേഷനരിയാണ്, 2 തള തിളയ്ക്കുമ്പോഴേക്ക് ചോറാവും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഓട്ടപാത്രത്തിലിട്ട് ഊറ്റിയെടുത്താൽ മതി, വാക്കേണ്ടതില്ല. എനിക്ക് ഏറ്റവും പോയിട്ടുള്ള കാര്യം ചോറ് വാക്കുന്ന കാര്യം. അത് കഴിഞ്ഞതാണ് നമ്മൾ അടുക്കളേൻ്റെ സ്റ്റെപ്പിനോടെ, നമ്മൾ ഹാളിൻ്റെ അവിടെ നിന്ന് അടുക്കളയ്ക്ക് അങ്ങനെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റെപ്പിന് അവിടെ അങ്ങനെ ഇരുന്ന് ക്യാബേജ് നന്നാക്കട്ടെ, പണി നടക്കണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഫുഡ് കഴിക്കൽ നടക്കണം. നമുക്ക് നല്ല പഴുത്ത ഓമയ്ക്ക് കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് മുറിച്ച് പിള്ളേർക്കും കൊടുത്തു, പിന്നെ ഞാനൊരു കഷ്ണം എടുത്തു. ഇതാ കണ്ടോ നമ്മളെ ദേഷ്യക്കാരൻ്റെ ദേഷ്യം. അപ്പോൾ നമ്മൾ ഇച്ചൂസിന് ഇതാ കക്കരിക്ക വേണമെന്ന് പറഞ്ഞാൽ അത് മുറിച്ച് കൊടുത്ത് 2 ആക്കും കൊടുത്തു. അപ്പോൾ ഞാൻ എന്താ ഈ ഓമയ്ക്കയും കഴിച്ചുകൊണ്ട് കേട്ടോ ഇതാക്കുന്നത്. അപ്പോൾ പിന്നെയും വേണമെന്ന് പറഞ്ഞ് ഇച്ചൂസ് വന്നപ്പോൾ അവൻ തന്നെയായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ എന്താ കുക്കുംബർ കട്ട് ചെയ്ത് 2 ആക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അനിയൻകുട്ടൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാക്കി കൊണ്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. കക്കരിക്ക വീഡിയോയിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുക. അപ്പോൾ ചേട്ടൻ അനിയനും കൂടെയാണ് ഈ വീഡിയോൻ്റെ ഫുൾ എഫേർട്ട് എടുത്തവർ കേട്ടോ എനിക്ക് എടുത്തുന്നത്. അപ്പോൾ അതാ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് 2 ആക്കും കൂടെ കൊടുക്കുക. അപ്പോൾ കക്കരിക്കയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്താൽ അവർ വെച്ചുകൊള്ളൂ. നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ 2 ആക്കും അത് ഇഷ്ടം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ കൊടുക്കും. ഈ ബേക്കറി കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ, ബേക്കറി കൊടുക്കണില്ല എന്നൊന്നുമല്ല. അപ്പോൾ അത് നമ്മൾ ക്യാബേജൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പോകുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് ചട്ടിയിലിട്ട് കടുക് വറുത്തെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലായിട്ട് ഇത്. പിന്നെ ഇതാ അച്ചപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ചപ്പം മക്കൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ 2 ആക്കും കുറച്ച് അച്ചപ്പൊക്കെ കൊടുത്ത്, പിന്നെ ഇതാ ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അവരെ കാര്യം കൂടെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്യാനൊന്നും നടക്കില്ല, 2 ആളെയും ഒരേപോലെ നോക്കേണ്ട കാര്യമുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചായിട്ട് മാനേജ് ചെയ്ത് പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്യാബേജ് ഉപ്പേരി കടുകൊക്കെ വറവിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി പിന്നെ ഒരു ചാറ് കറിയും കൂടെ ഉണ്ടാക്കാം എന്ന് കരുതി നമ്മൾ നേരെ പോയി ഫ്രിഡ്ജ് തപ്പട്ടെ. അപ്പോൾ അതാ എൻ്റെ വാല് പോലെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ തക്കാളിയും മല്ലിച്ചപ്പൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ, കുറച്ച് രസം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതാ അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും. ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വരാം. പക്ഷെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി ഇല്ല. ഇനി നമ്മളത് അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിക്ക് തിരിച്ച് വെച്ചു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ മക്കൾ തന്നെ അതെടുത്ത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതാ രസത്തിന് ആവശ്യമായ തക്കാളിയും മല്ലിയിലും അങ്ങനെ ഒരു ചെറിയ കൂടിയും ഒക്കെ കൂടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേട്ടനും അനിയനും കൂടെ. അപ്പോൾ അതായത് നമ്മുടെ അമ്പുഡൂസിനെ ഞാൻ കൗണ്ടർ ടോപ്പിൽ കയറ്റി ഇരുത്തിയിട്ടോ പണിയിൽ ചെയ്യുന്നത്. അവൻ അവിടെ ഇരിക്കുകയാണെങ്കിൽ സേഫായിട്ട് ഇരുന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതാവില്ല, അടങ്ങിയിരുന്നോളും, വഴക്കുണ്ടാക്കാൻ തന്നെ വരില്ല. അപ്പോൾ അതാണ് നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചട്ടി ചൂടായി വന്ന സമയത്ത് കടുക് വറുത്ത് കരിവേപ്പിലൊക്കെ ഇട്ട്, പിന്നെ ഞാൻ എന്താ കുറച്ച് ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ആ മിക്സും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത്, പിന്നെ കുറച്ച് രസപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇടാം, മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടാൽ നമ്മളെ പെട്ടെന്നുള്ള രസം റെഡിയാവും കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. നമ്മളെ വയറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ലതാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ രസമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ അമ്മൂടുക്കുട്ടൻ അപ്പേക്കും വെളിച്ചെണ്ണക്കുപ്പി എടുത്ത് പണി ഒപ്പിക്കാൻ നടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതും നോക്കുന്നുണ്ട്, അവരെ കൂടെ എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ പോകുന്നു. പിന്നെ നമ്മളോടിപ്പോൾ കുറേ പേരായിട്ട് കുത്തിയില്ല കേട്ടോ, കുറേ പേരായിട്ട് ക്ലീനിങ് വീഡിയോസൊക്കെ ഇടാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഒട്ടും ടൈം കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് കുറേ ഇരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ ട്രാക്കിൽ കയറിയിടും. ഇപ്പോൾ എന്തായാലും ഇടയ്ക്കിൻ്റെ ഇലക്കൊക്കെ ഇട്ട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എല്ലാ പണിയും കഴിഞ്ഞ് എവിടെയെങ്കിലും അടങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടിരിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ തക്കാളി ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക കേട്ടോ. ഉപ്പും എരിവും പുളിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ശരിക്കും ഇച്ചോ നിക്കറ് കയറല്ലേ എല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കുക കേട്ടോ.
അപ്പോൾ അതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് ഇതാക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. കായ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതായിരുന്നു. നമ്മളിവിടെ കായ ഉണ്ടായിരുന്നില്ല. കായ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാവും, ടേസ്റ്റ് കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ രസം ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്സും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസം മുന്നേ ഞാൻ കുഞ്ഞു ഷോർട്സ് ഇട്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ ജ്യൂസ് അച്ചപ്പം മുഴുവൻ പാത്രത്തിലിട്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ രസം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ രസം ഇഷ്ടമുള്ള കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. നമ്മളെ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കൂടെ അമ്പുടും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കരച്ചിലും ബഹളമൊക്കെ കേൾക്കുന്നത്. അമ്പുട് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇന്ന സമയം എന്നൊന്നുമില്ല, ഏത് സമയമുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി എല്ലാ പാത്രങ്ങളിലേക്കൊക്കെ മാറ്റി വെച്ച് അതും കൂടെ കണ്ട് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോഴേക്കും അവൻ അവിടെ ഒരു പണി ഒപ്പിച്ചു എനിക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊക്കെ കഴുകി കൊണ്ടുവന്ന് വേഗം ചോറ് നമ്മളെ ക്യാപ്സ് ഉള്ളാക്കി വെച്ചിട്ട് കഴിക്കാനാകുമ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ മാറ്റിച്ച് ഇവിടെ മരം മുറിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇത്രയും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത്. അപ്പോഴേക്കും നമ്മുടെ രസമൊക്കെ അവിടെ ആയി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാബേജ് ഉപ്പേരി വെച്ചിരുന്നു, അതും പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കുഞ്ഞു ദിവസം ഇപ്പം ഇങ്ങനെ പോകുന്നു കേട്ടോ. മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെ അടുത്തും? എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുക്കാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. കുഞ്ഞു കഴിച്ചോ. പിന്നെ ഇതാ പാത്രങ്ങൾ കഴുകാണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണി ഇതാട്ടോ, ഈ പാത്രം കഴുകുക എന്നുള്ളൊരു. കഴുകി മടുത്തു. പിന്നെ ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണം അമ്മൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ അവനിങ്ങനെ നോക്കിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ആളെന്തേലും കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുക. ചിലപ്പോൾ താഴേക്ക് ഇറങ്ങി വരാനൊക്കെ നോക്കും, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവനോടും വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കല്ല, ക്യാമറയ്ക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയല്ല. അപ്പോൾ നമ്മൾ ഇച്ചുമോ വന്നു. ഇച്ചുമ്മനോട് ഞാൻ പറയാം അമ്പൂടെ എന്താ അവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് പിറ്റേന്നേക്കുള്ള അരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് കയറാം എന്നുള്ളൊരിതാണ്. കാരണം അപ്പോഴേക്കും നോക്ക്, ഞാൻ ചൂടെടുത്ത് അടിച്ചു വാരി വരുമ്പോഴേക്കും ആശാന അരി ഉഴുന്നും ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. അവൻ്റെ അച്ചപ്പത്തേക്ക് എടുത്ത് തട്ടി. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി കഴുകിയെടുത്ത് പിന്നെ അതേപോലെ ആക്കി പെട്ടെന്ന് അടിച്ചു വാരി തുടച്ച് എടുത്തിട്ടു കേട്ടോ. നമുക്ക് കണ്ടോ, അരി ഉഴുന്നും കാണിച്ചു വെച്ച കോലം അച്ചപ്പം കൂടെ മിക്സാക്കി ഇട്ടു. ഇതുപോലെ കുരുത്തക്കേടുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പക്ഷെ ഒരു രസമാണ്. പിന്നെ ഇതാ നമ്മളെ ചോറായി, രസമായി, കാബേജ് ഉപ്പേരി, പിന്നെ കുറച്ച് കുക്കുംബർ ഉണ്ടായിരുന്നു അതും. പിന്നെ എന്നാൽ ഒരു മുട്ട കൂടെ വറുത്തെടുക്കാന്നില്ല, ഒരു മുട്ടയും കൂടെ വറുത്തെടുത്ത് ഇന്നത്തെ ഉച്ചയൂണ് നമുക്ക് വിപുലമാക്കാം എന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉച്ചയ്ക്ക് നല്ല ഈ മഴയത്ത് നല്ല ചൂട് ചോറും രസവും കുറച്ച് കാബേജ് ഉപ്പേരിയും മുട്ട വറുത്തതും കൂടെ കൂട്ടിയിട്ട് പിന്നെ കുറച്ച് മാങ്ങച്ചാറും കൂടെ കൂട്ടിയിട്ട് കഴിച്ചാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അതുപോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.